Dr. Thomas Abraham in New Delhi, October 21st, Wednesday at 6 p.m. Sadbhavana Bhavan, adjoining to Mashigar Church, near Modi Flyover, New Delhi. തോമസ് കുട്ടി ബ്രദർ പഞ്ചാബിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 22, 23, 24, 25. ശുശ്രൂഷകൾ രാവിലെ 9 വൈകിട്ട് 6. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് കുട്ടി ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26, ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയും ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കൊലോസ്യ ലേഖന പഠനത്തിലാണല്ലോ. കൈയെഴുത്ത് മായ്ച്ചു. കൊലോസ്യ ലേഖനത്തിന് നല്ലൊരു തലക്കെട്ട് കൊടുത്താൽ അതാണ്, നമുക്ക് വിരോധമായ കൈയെഴുത്ത് യേശു ക്രൂശിൽ മായ്ച്ചു. കൈയെഴുത്ത് ക്രൂശിൽ മായ്ച്ചു. അതാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ കാതലായ വിഷയം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാർ യഹൂദന്മാരുടെ ഇടയിലും വിജാതരുടെ ഇടയിലും ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നവർക്ക് ബോധ്യമായി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, പരിശുദ്ധാത്മാവിൽ അവർ എല്ലാ ജാതി, വർഗ, വർണ്ണ അതിർവരമ്പുകളും മറന്ന് അവർ ആലിംഗനം ചെയ്ത് സ്നേഹചുംബനം ചെയ്യുകയും ഒരേ കർത്താവിൻ്റെ മേശയിൽ അംഗമായി തീരുകയും ചെയ്ത ഒരു ദിവ്യമായ അനുഭവം ഉണ്ടായി. അങ്ങനെ വിവിധ സഭകളുണ്ടായി. യെരുശലേമിൽ ആദ്യമുണ്ടായി, തുടർന്ന് ശമരിയിലുണ്ടായി, തുടർന്ന് അന്ത്യോക്യയിലുണ്ടായി, തുടർന്ന് പൗലൂസിൻ്റെ മിഷണറി യാത്രയിൽ ഏഷ്യയിലെ വിവിധ സ്ഥലങ്ങളിൽ, യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിൽ, കൂടാതെ മാളിക മുറിയിലുണ്ടായ അഭിഷേകത്തെ തുടർന്ന് അവർ പോയി സുവിശേഷം പറഞ്ഞ റോമിൽ, അതുപോലെ ആഫ്രിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ, ഇവിടെയെല്ലാം ക്രിസ്തുവിൽ വിശ്വസിച്ച കൂട്ടങ്ങളുണ്ടായി. ആ കൂട്ടങ്ങളിൽ അതാത് സമയത്ത് അപ്പോസ്തലന്മാർ പോയി സ്ഥാപിച്ചിട്ട് നമ്മൾ പൊതുവിൽ കാണുന്ന ഒരു പാറ്റേൺ, അവിടെ തന്നെ വിശ്വസിച്ച് വന്നവരിൽ ചിലരെ അവിടുത്തെ ശുശ്രൂഷകൾ നടത്തുവാൻ ആക്കി വെക്കുകയും അവരെ കൈവച്ച് അവിടുത്തെ ശുശ്രൂഷകരായി നിയമിക്കുകയും ചെയ്യും. എങ്കിലും ഈ അപ്പോസ്തലന്മാരായിരുന്നു അതിൻ്റെ ഓവർസീഴ്സ്. ആ സഭകൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അവർ അപ്പോസ്തലന്മാരെ വിളിച്ച് ചോദിക്കും, അല്ലെ ഒരു കത്തെഴുതും. അതുകൊണ്ടാണല്ലോ കൊരിന്ത് ലേഖനത്തിൽ 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 വായിക്കുമ്പോൾ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട് എന്ന് ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പം അവിടെ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, പൗലൂസിൻ്റെ പക്ഷക്കാരെന്ന് സഭയ്ക്കകത്ത് പക്ഷമുണ്ടായി. അപ്പം ചുരുക്കി പറഞ്ഞാൽ കൊരിന്ത് ലേഖനം എഴുതാനുണ്ടായ കാരണം അവരുടെ ഇടയിലുള്ള ഭിന്നത തീർക്കാനും അവരുടെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുവാനും. ഇങ്ങനെ ഓരോ ലേഖനങ്ങളും അപ്പോസ്തലന്മാർ എഴുതിയതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഒന്ന് നോക്കിയാൽ ഈ 21-ാം നൂറ്റാണ്ടിലും സമാനമായ പല പ്രശ്നങ്ങളും സഭ നേരിടുമ്പോൾ ഈ അപ്പോസ്തോലിക ലേഖനങ്ങൾ അന്ന് എഴുതിയത് ഇന്ന് നമുക്ക് എത്ര ഗുണപരമായി തീരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ തന്നെ ആദിമസഭ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ് പലവിധ ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് വന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച്, വിശ്വാസിക്ക് അവരുടെ രക്ഷയ്ക്കുള്ള ആ ഭദ്രതയെ സംബന്ധിച്ച്, വിശ്വാസിയെ സംശയിപ്പിച്ച്
അവൻ ആത്മീയ ആ ശക്തിയിൽ നിലനിൽക്കാൻ കഴിയാതെ വിശ്വാസത്തിൽ അവനെ ആടി ഉലയുമാറാക്കുന്ന ഒത്തിരി ദുരുപദേശങ്ങൾ ആദിമസഭയിലുണ്ടായി. അപ്പം ഓരോ ലേഖനങ്ങളും എഴുതിയതിന് കാരണമുണ്ട്. നമ്മൾ പഠിക്കുന്ന കൊലോസ്യ ലേഖനം എഴുതുവാനുണ്ടായ കാരണം ആ സഭയിൽ പല പല ദുരുപദേശങ്ങൾ ഉണ്ടായി. ആ എഴുതാനുള്ള കാരണം സംബന്ധിക്കുന്ന 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട് എന്ന് ക്ലോവയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പം അവിടെ അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, പൗലൂസിൻ്റെ പക്ഷക്കാരെന്ന് സഭയ്ക്കകത്ത് പക്ഷമുണ്ടായി. അപ്പം ചുരുക്കി പറഞ്ഞാൽ കൊരിന്ത് ലേഖനം എഴുതാനുണ്ടായ കാരണം അവരുടെ ഇടയിലുള്ള ഭിന്നത തീർക്കാനും അവരുടെ ചില സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുവാനും. ഇങ്ങനെ ഓരോ ലേഖനങ്ങളും അപ്പോസ്തലന്മാർ എഴുതിയതിനൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഒന്ന് നോക്കിയാൽ ഈ 21-ാം നൂറ്റാണ്ടിലും സമാനമായ പല പ്രശ്നങ്ങളും സഭ നേരിടുമ്പോൾ ഈ അപ്പോസ്തോലിക ലേഖനങ്ങൾ അന്ന് എഴുതിയത് ഇന്ന് നമുക്ക് എത്ര ഗുണപരമായി തീരുന്നു എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ തന്നെ ആദിമസഭ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ് പലവിധ ദുരുപദേശങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് വന്നു. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച്, വിശ്വാസിക്ക് അവരുടെ രക്ഷയ്ക്കുള്ള ആ ഭദ്രതയെ സംബന്ധിച്ച്, വിശ്വാസിയെ സംശയിപ്പിച്ച് അവൻ ആത്മീയ ആ ശക്തിയിൽ നിലനിൽക്കാൻ കഴിയാതെ വിശ്വാസത്തിൽ അവനെ ആടി ഉലയുമാറാക്കുന്ന ഒത്തിരി ദുരുപദേശങ്ങൾ ആദിമസഭയിലുണ്ടായി. അപ്പം ഓരോ ലേഖനങ്ങളും എഴുതിയതിന് കാരണമുണ്ട്. നമ്മൾ പഠിക്കുന്ന കൊലോസ്യ ലേഖനം എഴുതുവാനുണ്ടായ കാരണം ആ സഭയിൽ പല പല ദുരുപദേശങ്ങൾ ഉണ്ടായി. ആ എഴുതാനുള്ള കാരണം സംബന്ധിക്കുന്ന 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കും. കൊലോസ്യർ 2:4 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. 2:8 തത്വജ്ഞാനയും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. 2:16 അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവിടെ 3 പ്രയോഗങ്ങളാണ്. ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ മോഷ്ടിച്ചു കളയരുത്, ആരും നിങ്ങളെ വിധിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അപ്പോൾ ആരോ ഈ വിശ്വാസികളെ അവരിലുള്ള എന്തോ കവർന്നു കളയുന്നു, അവരെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ചതിച്ചു കളയുന്നു, അവരെ നിങ്ങളായിട്ടില്ല, നിങ്ങൾ കുറ്റവാളികളാണ്, ക്രിസ്തുവിലൊന്നും അങ്ങനെയൊന്നും നിങ്ങളായിട്ടില്ല എന്ന് വിധിക്കുന്നു. അപ്പോൾ തങ്ങളുടെ ആ ക്രിസ്തുവിലുള്ള പദവിയും അധികാരവും അത്രയൊന്നുമില്ല, തങ്ങളുടെ രക്ഷയെക്കുറിച്ച് പോലും സംശയമുളവാക്കി ആടി ഉലയുന്നവരായി തീർന്ന വിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാനാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഈ ദുരുപദേഷ്ടാക്കൾ നിഷേധിച്ചു. ക്രിസ്തു അതിനകത്ത് ഏറ്റവും വലിയൊരു ദുരുപദേശ വന്നത് തത്വജ്ഞാനത്തിൻ്റെ, അന്ന് നമുക്കറിയാമല്ലോ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടമെന്ന് പറഞ്ഞാൽ ഗ്രീക്ക് തത്വജ്ഞാന ശാഖകൾ വളർന്ന് വികസിച്ച മധ്യേഷ്യയിലൊക്കെയും വളരെ വളരെ വികസിച്ച ആഴത്തിൽ രാജ്യങ്ങളെ ഒക്കെ സ്വാധീനിച്ച ഗ്രീക്ക് തത്വജ്ഞാന ശാഖകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എപ്പിക്യൂരിയനിസം, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സെനോ, ഇങ്ങനെയുള്ള തത്വജ്ഞാനികളുടെ ഒരു കാലഘട്ടം കൂടെയായിരുന്നു അതിനു മുമ്പ്. അതിൽ ചില തത്വജ്ഞാനങ്ങൾ ദൈവവിശ്വാസത്തിൽ ക്രിസ്തുവിലൂടെ ദൈവത്തെ അറിയുന്ന ദിവ്യവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതും വിശ്വാസികളെ കലക്കിക്കളയുന്നതുമായ വലിയ ബുദ്ധിപരമായ ചില സമീപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ജ്ഞാനവാദം, നോസ്റ്റിസിസം എന്ന് പറയും. ജ്ഞാനവാദം പറയുന്നത് ഈ ഭൗമിക ലോകം മുഴുവൻ തിന്മയാണ്, ആത്മമണ്ഡലം നന്മയാണ്. ഇന്ന് ദൈവത്തിനെ അറിയാവുന്നവർക്കറിയാം, ആത്മമണ്ഡലം മുഴുവൻ നന്മയല്ല. ആത്മമണ്ഡലത്തിൽ ഒരു
നന്മയുടെ ശക്തി ഉണ്ട്, ദൈവവും ദൈവദൂതന്മാരും എല്ലാം. അപ്പോൾ തന്നെ തിന്മയുടെ ശക്തിയായ പിശാചുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ജ്ഞാനവാദം പറയുന്നത് ആത്മീയ ലോകം നന്മ, ഭൗതിക ലോകം തിന്മ. അതുകൊണ്ട് എന്തുമാത്രം ഭൗതിക ലോകത്തോട് അകന്നിരിക്കാമോ അതാണ് ആത്മീയത. അതിന്നും ആത്മീയ ലോകത്തെ വളരെ സ്വാധീനിച്ചു വച്ച ചിന്ത. ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആത്മീയനാകാം, ഞാൻ വസ്ത്രം പരമാവധി കുറച്ചാൽ ആത്മീയനാകാം, ചെരുപ്പിടാതിരുന്നാൽ ആത്മീയനാകാം. ഇങ്ങനെയുള്ളൊരു വർജന ചിന്താഗതി ജ്ഞാനവാദത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് മുതലായ ഉപദേശങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നത്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത് കൊലോസ്യർ 2:8 തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ആരും കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിക്കും. അപ്പം ഭൗതിക ലോകമല്ല തിന്മ. ഭൗതിക ലോകത്തോട് അകന്നാൽ നിങ്ങൾ ആത്മീയരാകുമെന്ന് ധരിക്കരുത്. അങ്ങനെ മാത്രമല്ല, ഈ ജ്ഞാനവാദത്തിൽ ഈ ആത്മീയ ലോകമാകുന്ന അല്ലെങ്കിൽ ദൈവമെന്നോ ആത്മീയതയെന്നോ അവർ പറയുന്ന ആ സങ്കല്പം, ആ നന്മയുടെ മൂർത്തിമത് ഭാവവും ഈ തിന്മമയമായ ലോകവും തമ്മിൽ ഇടപെടാൻ ഒത്തിരി ഇൻ്റർമീഡിയറ്ററി സ്പിരിറ്റ്സ് ഉണ്ടെന്നാണ് ജ്ഞാനവാദം പറയുന്നത്. മധ്യസ്ഥ ആത്മാക്കൾ, അതിലൊരു മധ്യസ്ഥ ശക്തി മാത്രമാണ് ക്രിസ്തു എന്നവർ പഠിപ്പിച്ചു. ക്രൈസ്റ്റ് വന്നില്ലെന്നൊന്നും അവർ പറഞ്ഞില്ല. ക്രൈസ്റ്റ് ദൈവപുത്രനാണെന്നുള്ളതും ദൈവമാണെന്നുള്ളതും അവർ നിഷേധിച്ചിട്ട് ഒരു ഇൻ്റർമീഡിയറ്ററി സ്പിരിറ്റാണ്. വാസ്തവത്തിൽ അത് തന്നെയാണ്, ഇതേ കാര്യമാണ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വ്യക്തമായി പറയുക. 1 തിമോത്തി 2:5 ദൈവം ഒരുവനത്രേ, ദൈവത്തിൻ്റെ മനുഷ്യരുടെ മധ്യത്തിൽ മധ്യസ്ഥൻ ഒരുവൻ, നിരവധി മധ്യസ്ഥ സ്പിരിറ്റ്സ് ഇല്ല. ദർ ഇസ് ഓൺലി വൺ മീഡിയേറ്റർ, മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഈ ജ്ഞാനവാദികൾ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും ശ്രേഷ്ഠതയും ചോദ്യം ചെയ്തു. അതുവഴി ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ്റെയും അവന് പിന്നെ എന്തോ ശ്രേഷ്ഠത, അവൻ്റെ ശക്തിയെയും ഒരു വിശ്വാസിയുടെ അധികാരത്തെയും അവന് ക്രിസ്തു നിമിത്തം ലഭിച്ച പാപമോചനത്തെയും ചോദ്യം ചെയ്തു. അങ്ങനെ അവർ സ്വയം ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്തവരായി. ഇതൊന്നും പോരാ, ഞങ്ങൾ ഇനി എന്തൊക്കെയോ ജ്ഞാനങ്ങൾ കൂടെ പ്രാപിച്ചാലേ ആത്മീയരാകൂ എന്നൊരു ചിന്താഗതിയിലേക്ക് സഭയെ തള്ളിവിട്ടപ്പോൾ എഴുതിയതാണ് കൊലോസ്യ ലേഖനം. കൊലോസ്യ സഭയ്ക്ക് ഭീഷണിയായത് ഈ ജ്ഞാനവാദികളുടെ ദുരുപദേശം മാത്രമല്ല, പഴയ നിയമത്തിലെ ന്യായപ്രമാണം, ക്രിസ്തു മുഖേന, ക്രൂശ് മുഖേന അവസാനിച്ച ന്യായപ്രമാണം, ലോ, ലീഗലിസം ആൻഡ് ട്രഡീഷൻ, ന്യായപ്രമാണത്തിലെ ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും ആചാരങ്ങളും വീണ്ടും പുതിയ നിയമസഭയിലേക്കും കൂടെ ആവശ്യമാണ് എന്ന് കൂടെ ഈ യഹൂദവൽക്കരണവാദികൾ, ജൂഡായിസത്തിൻ്റെ ഒരു ഭാഗമാണ് പുതിയ നിയമസഭയെന്നും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ഇവിടെ ആപ്ലിക്കബിൾ ആണെന്നും പറഞ്ഞ ഒരു കൂട്ടം അവിടെ വന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് പെരുന്നാൾ, വാവ്, ശബത്ത്, കൊലോസ്യർ 2:16 പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ നിങ്ങളെ ആരും വിധിക്കരുത്. കൊലോസ്യയിൽ സ്ഥാപിക്കപ്പെട്ട സഭയോട് പൗലൂസ് പറയുമ്പോൾ, കൊലോസ്യ സഭ പൗലൂസിനാൽ സ്ഥാപിതമല്ല കേട്ടോ, അത് എപ്പഫ്രാസ് എന്ന ഒരു അപ്പോസ്തലനാൽ സ്ഥാപിതമായതായിട്ട് നമുക്ക് ലേഖനത്തിൽ മനസ്സിലാക്കാം. അത് ഞാൻ പിന്നാലെ പറഞ്ഞോളാം. എന്തുമാകട്ടെ, അന്ന് അപ്പോസ്തലന്മാരുടെ ലീഡർഷിപ്പ്, അപ്പോസ്തലന്മാർ നേരിട്ട് സ്ഥാപിച്ച അല്ലാത്ത സഭകൾ പോലും കർത്താവിൻ്റെ കാഴ്ചപ്പാട് പ്രാപിച്ച അപ്പോസ്തലന്മാർ, പൗലൂസ് അടക്കമുള്ള അപ്പോസ്തലന്മാർ പറയുന്ന വാക്കുകളെ ഫൈനൽ അതോറിറ്റി ആയിട്ട് എടുത്തിരുന്നു. നമ്മളും അങ്ങനെ വേണം എടുക്കാൻ. നമുക്ക് ദർശനങ്ങൾ ലഭിക്കും, വെളിപ്പാടുകൾ ലഭിക്കും. പക്ഷേ നമ്മൾ എന്തു പറഞ്ഞാലും അതിനൊരു അപ്പോസ്റ്റോലിക് സീലില്ലാത്ത ഒന്നും നമുക്ക് എടുക്കാനൊക്കത്തില്ല. ഒരു പ്രവചനം കേട്ടാൽ അത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിന്ന് പറയുമ്പോൾ ക്രിസ്തുവിനൊത്തത് എന്താണെന്ന് അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തുന്നു. അപ്പോൾ അപ്പോസ്തോലിക വചനം വെച്ച് നമ്മൾ വ്യാഖ്യാനിക്കണം. ഞാൻ എൻ്റെ ഒരു ഭാഷ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ചെവിക്കൊരു അപ്പോസ്തോലിക അരിപ്പ വെച്ച് വേണം കേൾക്കുന്ന പ്രസംഗങ്ങളും പ്രവചനമൊക്കെ എടുക്കാൻ. ഞാൻ കർത്താവിൻ്റെ കൃപയാൽ പ്രവചിക്കാറുണ്ട്. പ്രവചനം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല ദൈവദാസന്മാരുടെയും പ്രസംഗങ്ങൾ ഞാൻ കേൾക്കും. എന്നാൽ
നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അപ്പോസ്തലന്മാരിങ്ങനെ പറഞ്ഞോ? ക്രിസ്തു ആണെങ്കിൽ ഇങ്ങനെ പറയുമോ? വാസ്തവത്തിൽ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയത് ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. അപ്പോസ്തലന്മാരുടെ അഭിപ്രായമല്ല, അവർക്കൊന്നും ഇല്ലല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇതാണോ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നല്ലേ യേശു പറഞ്ഞത്. അപ്പോൾ അപ്പോസ്തോലിക ലേഖനങ്ങളിൽ കർത്താവിൻ്റെ ഒരു എന്താ പറയുന്ന മണമെന്നോ വേണേൽ പറയാം. ഇപ്പം നമ്മളുടെ ഒരു ഭാര്യ വീട്ടിൽ രാത്രി കിടക്കുമ്പോൾ ഭർത്താവ് ലേറ്റായിട്ട് വന്ന് കതകിൽ മുട്ടിയാൽ ആ മുട്ടിൻ്റെ ആ നോക്കിംഗ് സൗണ്ടിൽ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ മുട്ടൽ അറിയാം. അത്ര പരിചിതമാണ് അല്ലേ? ഇതുപോലെ അപ്പോസ്തലന്മാർ കർത്താവിന് തൻ്റെ ഹൃദയം അവർക്ക് കൊടുത്തു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പ്രവചനത്തിൻ്റെ ആത്മാവോ ക്രിസ്തു തന്നെ. നമ്മൾ കേൾക്കുന്ന വചനത്തിന് അതിന് ഒരു ക്രൈസ്റ്റ് സ്പിരിറ്റ് വേണം. കർത്താവ് ആരെയും, ഇപ്പോൾ ഒരാൾ വന്ന് നമ്മളോട് പറയാ ദൈവം നിന്നെ കൈവിട്ടു, അങ്ങനെ ഒരിക്കലും കർത്താവ് പറയത്തില്ല. കർത്താവ് ആരെയും കൈവിടത്തില്ല, ഒരു നാളും കൈവിടത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കേൾക്കുന്ന ഒരു വചനത്തിൽ കർത്താവിൻ്റെ സീൽ, കർത്താവിൻ്റെ ആ സ്പിരിറ്റ്, ആ കർത്താവിൻ്റെ രുചി, കർത്താവിൻ്റെ ആ ഫ്ലേവർ അതിനുണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ കൊലോസ്യ ലേഖനം എഴുതാനുള്ള കാരണം, ഒന്ന് തത്വജ്ഞാനത്തിലേക്ക്, ജ്ഞാനവാദികളുടെ ചിന്താഗതികളിലേക്ക് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ കുറച്ച് കാണുകയും ക്രിസ്തുവിലുള്ള വിശ്വാസി തൻ്റെ അധികാരത്തെയും തൻ്റെ പദവിയെയും തൻ്റെ രക്ഷയുടെ ആ ഉറപ്പിനെയും തൻ്റെ പാപമോചനത്തിൽ ദൈവം തന്നെ അംഗീകരിച്ചു എന്നുള്ള ബോധ്യത്തെയും ഇല്ലാതാക്കി കളയുന്ന നിലയിൽ ദുരുപദേശകർ അവരുടെ ഇടയിൽ ദുരുപദേശം കൊണ്ടുവന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ പുറകിൽ പിശാച. എന്തിനാണെന്നറിയോ? വിശ്വാസിക്ക് തൻ്റെക്ക് അധികാരമുണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ എങ്ങനെ ഒരു പൈശാചി ശക്തിയെ ശാസിക്കും? തനിക്ക് ഞാൻ നീതിമാനാണെന്നൊരു ബോധ്യമില്ലെങ്കിൽ ഒരിക്കലും ദൈവം മുമ്പിലും ധൈര്യത്തോടെ നിൽക്കാനൊക്കത്തില്ല, പിശാചിൻ്റെ പ്രവൃത്തികൾക്കെതിരെ നിൽക്കാനൊക്കത്തില്ല. എപ്പോഴും അവർക്കൊരു ഭയമായിരിക്കും. അപ്പം വിശ്വാസി ഇങ്ങനെ ഒരു സ്വയം ഉറപ്പില്ലാത്തവനായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നത് പിശാച. അതിന് സാത്താൻ ചെയ്ത ഏറ്റവും വലിയ ആയുധമാണ് ദുരുപദേശങ്ങൾ. അപ്പോൾ ഒന്ന്, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ കുറച്ച് കാണിച്ചു. അതുകൊണ്ട് തന്നെ കൊലോസ്യ ലേഖനം ക്രിസ്തുവിൻ്റെ ആ ദൈവത്വവും ക്രിസ്തുവിൻ്റെ ആ മഹാത്മ്യവും എടുത്തു കാണിക്കാനാണ് പൗലൂസ് പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. ക്രിസ്തുവിൻ്റെ മാത്രമല്ല, തലയായ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുമ്പോൾ തന്നെ ശരീരമായ സഭയുടെ അധികാരവും ബലവും ശക്തിയും, ഇത് രണ്ടും വെളിപ്പെടുത്താനാണ് കൊലോസ്യ ലേഖനം പൗലൂസ് എഴുതിയത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്നത്. ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും അവനിലാണ് വസിക്കുന്നത്. കൊലോസ്യർ 2:9 ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നു. ഈ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യം എന്നാണ് ഈ വാക്യത്തെ പറയുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അടുത്ത അതേ തുടർന്ന് പറയണം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങളും പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, ക്രിസ്തു വിശ്വാസിയുടെ പരിപൂർണത. നീ പൂർണ്ണനല്ല, നീ ഒന്നുമല്ല, നീ ആയിട്ടില്ല എന്ന് പറഞ്ഞ് സഭയെ വിധിച്ചപ്പോൾ ഈ ലേഖനം എഴുതിയത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും ക്രിസ്തുവിൽ വിശ്വസിച്ചവൻ്റെ ശ്രേഷ്ഠതയും വെളിപ്പെടുത്തുവാനാണ്. കൊലോസ്യ ലേഖനം എഴുതാനുണ്ടായ കാരണമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ കൊലോസ്യ ലേഖനത്തെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങളോട് ഓർപ്പിക്കട്ടെ. ഈ കൊലോസ്യ ലേഖനം എഴുതിയത് പൗലൂസ് ശ്ലീഹയാണ്. അപ്പോൾ തന്നെ പൗലൂസ് ശ്ലീഹ അല്ല കൊലോസോസിലെ സഭ സ്ഥാപിച്ചത് എന്ന് വ്യക്തമാകുന്ന ഒരു വാക്യമാണ് കൊലോസ്യർ 2:1. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും എന്നെ മുഖാമുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. അപ്പം പൗലൂസിനെ അഭിമുഖമായി കാണാത്തൊരു കൂട്ടരാണിവർ. കൊലോസ്യർ 2:7 പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ പൗലൂസിൻ്റെ കൂട്ടുപ്രവർത്തകനായ എപ്പഫ്രാസ് ആണ് കൊലോസ്യ സഭ സ്ഥാപിച്ചത് എന്ന് കരുതുന്നു. അപ്പം പൗലൂസ് സ്ഥാപിച്ച സഭയല്ലെങ്കിലും അപ്പോസ്തലന്മാരെ അതിൻ്റെ അതോറിറ്റിയായി അംഗീകരിച്ചിരുന്നു. അപ്പോൾ എപ്പഫ്രാസ് മുഖേന
കർത്താവ് സ്ഥാപിച്ച ആ സഭയ്ക്ക് പൗലൂസ് അവിടുത്തെ പ്രശ്നങ്ങളെ, ആ ദുരുപദേശങ്ങളെ നേരിടുവാൻ എഴുതിയ ലേഖനമാണിത്. ഏകദേശം AD 60 ഈ ലേഖനം പൗലൂസ് തൻ്റെ റോമിലെ ആദ്യ കാരാഗൃഹവാസക്കാലത്ത് എഴുതിയാണ് കരുതപ്പെടുന്നത്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ ഈ 3 ലേഖനങ്ങളും ഫിലമോൻ എഴുതിയ ലേഖനവും പൗലൂസിൻ്റെ ആദ്യത്തെ റോമൻ കാരാഗ്രഹവാസത്തിൽ നിന്ന് എഴുതിയവയാണ്. കൂടാതെ ഒരു കാരാഗ്രഹ ലേഖനം കൂടെ ഉണ്ട്, 2 തിമോത്തിയോസിൻ്റെ ലേഖനമാണ്. അത് തൻ്റെ 2ാമത്തെ കാരാഗ്രഹവാസക്കാലത്ത് എഴുതിയതാണ്. തൻ്റെ ഏകദേശം മരണത്തോടടുത്ത തൻ്റെ ജീവിതാന്ത്യത്തിൽ എഴുതിയതുകൊണ്ടാണ് 2 തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എൻ്റെ നിര്യാണകാലം അടുത്തു, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു പറയുമ്പോൾ തിമോത്തിയോസിൻ്റെ 2ാം ലേഖനം എഴുതുമ്പോൾ ഈസ് നിയറിങ് ഹിസ് ഫൈനൽ മിനിസ്ട്രി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ തൻ്റെ 1ാം കാരാഗ്രഹവാസക്കാലത്ത് എഴുതിയതാണ് കൊലോസ്യ ലേഖനം. ബൈബിളിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും ക്രിസ്തു മറഞ്ഞും തെളിഞ്ഞുമുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അപ്പോൾ തന്നെ കൊലോസ്യ ലേഖനം പറയുന്ന ക്രിസ്തു ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയായ ക്രിസ്തുവാണ്. അതാണ് കൊലോസ്യർ 2:9 നമ്മൾ വായിച്ചത്. നമ്മൾ തുടർന്ന് അടുത്ത എപ്പിസോഡുകളിൽ കൊലോസ്യ ലേഖന പഠനം തുടരും. ഓരോ അധ്യായങ്ങളിലേക്ക് നമ്മൾ വരും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ വെച്ച് തന്നെ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ഇടപെട്ടു. കേൾക്കുന്ന ഏത് സന്ദേശവും ഏത് പ്രവചനവും നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ കെട്ടുപണി ചെയ്യുന്ന വചനമാണ് നമുക്കുള്ളത്. അപ്പോൾ തന്നെ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച നമ്മളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. ഇനി ഭയത്തോടും ദൈവമുമ്പിൽ വരാനുള്ള ആ ഉറപ്പില്ലായ്മയോടും അല്ല നമ്മൾ നിൽക്കേണ്ടത്, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വേണം. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹം നമ്മളെ മാടി വിളിക്കുക. ഇബ്രായലേഖനം പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളുള്ള സമയത്ത്, തത്സമയത്ത് കൃപ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ആവശ്യങ്ങളുള്ളപ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കൽ വരുവിൻ. നമ്മുടെ കർത്താവ് ഇന്ന് ന്യായവിധിയുടെ സിംഹാസനത്തിലല്ല ഇരിക്കുന്നത്. നമ്മുടെ കർത്താവ് കൃപയുടെ സിംഹാസനത്തിൽ. ആരെ ന്യായം വിധിക്കണം, ആരെ ശിക്ഷിക്കണമെന്നും പറഞ്ഞല്ല, ശിക്ഷ അനുഭവിക്കേണ്ടവനെ പോലും രക്ഷിക്കാനുള്ള ഒരു സിംഹാസനത്തിലായിരിക്കുന്നത്. സോ ദൈവത്തെ വിട്ടകന്ന സ്ഥിതിയിലാണോ, എല്ലാം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണോ, പാപത്തിൽ ആണെൻ്റെ ജീവിതമെന്നാണോ ചിന്തിക്കുന്നത്, പിന്മാറ്റാവസ്ഥയിലാണോ, കം ടു ജീസസ്. യേശുവേ, അടിയനിതാ വരുന്നു, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരം നമ്മെ വിടുവിക്കും. രോഗികളെ സൗഖ്യമാക്കും, ഭാരങ്ങൾ വിട്ടുമാറും. ലോകമെങ്ങും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും നമുക്ക് ഒന്നിച്ചൊന്ന് കൈകൾ കോർക്കാം. ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹം ഒരിക്കൽ കൂടെ രുചിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയ മഹാസ്നേഹത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രോഗസൗഖ്യം വേണ്ടിയവരുണ്ട്, മറ്റ് പല പ്രശ്നങ്ങളാൽ വലഞ്ഞവരുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം യേശു കർത്താവിൻ്റെ അത്ഭുതകരം ഓരോ മക്കളെയും തൊടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതലുകൾ നടക്കട്ടെ. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ സമീപേ കർത്താവ് ഇറങ്ങിച്ചെന്ന് കുടുംബങ്ങളെ വിടുവിക്കണമേ. തളർന്നു കിടക്കുന്ന വ്യക്തികൾ, ഓപ്പറേഷന് കാത്തിരിക്കുന്നവർ, അവരിലൊക്കെ കർത്താവിൻ്റെ അത്ഭുതം നടക്കണമേ. ഒരു ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന് കേൾക്കത്തക്കവണ്ണം കർത്താവിൻ്റെ വിടുതലുണ്ടാകണമേ. കടഭാരത്തിൻ്റെ കെട്ടുകൾ അഴിക്കണം കർത്താവെ. ജീവിക്കേണ്ട, എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി എന്ന നിലയിലിരിക്കുന്നവർ, മദ്യപാനത്തിന് അടിമകളായവർ, കുടുംബ തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. ക്രിസ്തുവിൽ ഞങ്ങൾക്ക് തന്ന അധികാരത്തിനും പദവിക്കുമായി സ്തോത്രം. എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. നമ്മുടെ കൊലോസ്യ ലേഖന പഠനം ഇനിയൊരു എപ്പിസോഡിൽ തുടരും. അപ്പോൾ തന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. I bless you in Jesus' name. Dr. Thomas Abraham in New Delhi, October 21st, Wednesday at 6 p.m. Sadbhavana Bhavan, adjoining to Mashigar Church, near Modi Flyover, New Delhi. തോമസ് കുട്ടി ബ്രദർ പഞ്ചാബിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട്
2015 ഒക്ടോബർ 22, 23, 24, 25 ശുശ്രൂഷകൾ രാവിലെ 9-നും വൈകിട്ട് 6-നും. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് ഊട്ടി ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26 ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. बहते हुए खून की धार, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे